തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ സംസ്കരണത്തിലെ പാളിച്ചകൾ തുറന്നുകാട്ടുന്നതായി റിപ്പോർട്ടർ ലൈവത്തോൺ. വിളപ്പിൽശാല മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങിയ ശേഷം എങ്ങനെയാണ് ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് മറ്റു ജലാശയങ്ങളിലേക്കും ആരും കാണാതെ മാലിന്യം നിറയ്ക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ലൈവത്തോൺ. പ്രേക്ഷകരും കൂടി പ്രതികരിച്ചതോടെ നഗരത്തിലെ മാലിന്യ പ്രശ്നം എത്രമാത്രം ഗുരുതരമാണെന്ന് സമൂഹത്തിന് മുന്നിൽ റിപ്പോർട്ടറിന് തുറന്നുകാട്ടാനായി. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? രാവിലെ 10 മുതൽ 11:30 വരെയാണ് തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രശ്നങ്ങളിലേക്ക് ഞങ്ങളുടെ ക്യാമറകൾ തിരിഞ്ഞത്. തിരുവനന്തപുരം നഗരമധ്യത്തിലെവിടെയും കാണാനില്ലാത്ത മാലിന്യം എങ്ങനെയാണ് പോകുന്നതെന്ന് ഞങ്ങൾ വ്യക്തമാക്കി. വിളപ്പിൽശാല മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടിയതോടെ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ വിവിധ ഏജൻസികളാണ് സംസ്കരിക്കാൻ ഏറ്റെടുക്കുന്നത്. എന്നാൽ ഇവയിൽ വലിയൊരു ഭാഗം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം. ശേഖരിക്കുന്ന മാലിന്യത്തിൽ വലിയൊരളവ് തോടുകളിലേക്കും ജലാശയങ്ങളിലേക്കും തള്ളുകയും ചില കച്ചവടക്കാരും ഹോട്ടലുകാരും നേരിട്ട് തോട്ടിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്യുന്നു. ഏജൻസികൾ പന്നിഫാമിലേക്ക് എന്ന പേരിലെടുക്കുന്ന മാലിന്യവും വലിയ അളവിൽ തിരുവനന്തപുരത്തിൻ്റെ ഉൾനാടുകളെ മലിനമാക്കുകയാണെന്ന് ദൃശ്യങ്ങൾ സഹിതം ഞങ്ങൾ തുറന്നുകാട്ടി. ഉറവിട മാലിന്യ സംസ്കരണ രീതിയായ കിച്ചൺ ബിന്നും തുമ്പൂർ മുഴി മോഡലും പൈപ്പ് കമ്പോസ്റ്റും വെറും പദ്ധതികൾ മാത്രമായി മാറുന്നതെങ്ങനെയെന്നും വിവരിച്ചു. അറവ് മാലിന്യം ആരൊക്കെയോ എവിടെയൊക്കെയോ നിക്ഷേപിക്കുകയാണ് എന്നതിൻ്റെ തെളിവായി ഒരിക്കലും പ്രവർത്തിക്കാത്ത തിരുവനന്തപുരത്തെ പ്ലാന്റും പ്രേക്ഷകരുടെ മുന്നിലെത്തിച്ചു. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനു മുന്നിലെ മാലിന്യ കൂമ്പാരവും കാണിച്ചു കൊടുത്തു. കോടികളുടെ പദ്ധതിയുണ്ടെങ്കിലും ശുചിത്വ മിഷൻ, ക്ലീൻ കേരള തുടങ്ങിയ ഏജൻസികളും തദ്ദേശ സ്ഥാപനങ്ങളും കോടികൾ മുടക്കുന്നുണ്ടെങ്കിലും നഗരത്തിലെ മാലിന്യ പ്രശ്നം അതേപോലെ തുടരുകയാണ് എന്നതിൻ്റെ നേർക്കാഴ്ചയായി റിപ്പോർട്ടർ ലൈവത്തോൺ. ടീം റിപ്പോർട്ടർ, തിരുവനന്തപുരം.